എങ്ങനെയാണ് ഒരാളുടെ ഹൃദയം തിരുഹൃദയമായി മാറുക? കർത്താവായ ഈശോ മിശിഹായുടെ ഹൃദയം എങ്ങനെയായിരിക്കും തിരുഹൃദയമായിട്ട് മാറിയിട്ടുണ്ടാവുക? ഞാൻ കണ്ടെത്തുന്ന ഉത്തരം ഇങ്ങനെയാണ്. അശുദ്ധിയെ ആഗിരണം ചെയ്ത് വിശുദ്ധിയെ തിരിച്ചു കൊടുത്തപ്പോഴാണ് അത് തിരുഹൃദയമായി മാറിയിട്ടുണ്ടാവുക. ഈശോ പറയുന്നുണ്ട്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയോടെ ദൈവത്തെ കണ്ടുകൊണ്ട് നടന്നിരുന്ന കർത്താവായ ഈശോ മിശിഹായ്ക്ക് അവൻ്റെ ജീവിതത്തിലെ അശുദ്ധികളെ, സമൂഹം അവൻ്റെ മേൽ ആരോപിച്ച അശുദ്ധികളെ, മറ്റുള്ളവരുടെ തന്നെ അശുദ്ധികളെ, ഇതെല്ലാം ഇരു കൈയും നീട്ടി ഈ മനുഷ്യൻ സ്വീകരിച്ചു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പഴയ നിയമത്തെ അവൻ മാറ്റിയെഴുതി. മേലങ്കി ചോദിക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കണമെന്ന് അവൻ പഠിപ്പിച്ചു, ചെയ്തു കാണിച്ചു. ഈശോയുടെ ജീവിതത്തിൻ്റെ നൈർമല്യം പീഡാനുഭവ രംഗങ്ങളിൽ പോലും നിഴലിച്ച് നിൽക്കുന്നുണ്ട്. യൂദാസിനെ അവൻ തള്ളിപ്പറയുന്നില്ല. ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുന്നത് എന്ന ഒറ്റ ചോദ്യം മാത്രം അവനോട്. പ്രധാന സേവകൻ്റെ ഭൃത്യൻ്റെ ചെവി മുറിച്ച് കളയുന്ന പത്രോസിനോടും സേവകനോടും നന്മ മാത്രം ചെയ്തു കൊടുക്കുന്ന കർത്താവായ ഈശോ മിശിഹ. കുരിശിൻ്റെ വഴിയിൽ തനിക്ക് ലഭിച്ച ക്ലേശങ്ങളും പീഡനങ്ങളും വകവയ്ക്കാതെ വഴിയിൽ നിൽക്കുന്ന സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹ. തന്നോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ടവര് ശാപവാക്കുകൾ ഉരുവിടുമ്പോൾ ശാന്തനായി യാതൊന്നും പ്രതികരിക്കാതെ സഹിക്കുന്ന കർത്താവായ ഈശോ മിശിഹ. നീ ഇന്ന് എന്നോടുകൂടി പറുദീസായാലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാപൂർവം തൻ്റെ വേദനയുടെ പരമാവധിയിലും മറ്റൊരാൾക്ക് കരുണ കൊടുക്കുന്ന കർത്താവായ ഈശോ മിശിഹ. എന്തിനേറെ പറയുന്നു, മരണശേഷം തന്നെ കുത്തി മുറിവേൽപ്പിക്കുന്ന പടയാളിക്ക് ഹൃദയത്തിലെ അവസാന തുള്ളി രക്തം കൊണ്ടുപോലും അത്ഭുതം ചെയ്തു കൊടുക്കുന്ന കർത്താവായ ഈശോ മിശിഹ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നത് കർത്താവിൻ്റെ പ്രത്യയശാസ്ത്രമല്ല. കർത്താവായ ഈശോ മിശിഹ എല്ലാവരെയും സ്നേഹിക്കാനാണ്, ഈ സ്നേഹത്തിൻ്റെ ഭാഷയാണ് പഠിപ്പിച്ചത്. കർത്താവായ ഈശോ മിശിഹ സ്നേഹം കൊണ്ടുള്ള ഒരു ലോകം തീർത്ത വ്യക്തിയാണ്. ജീവിതത്തിലെ എല്ലാ അശുദ്ധികളെയും ആഗിരണം ചെയ്ത് അത് വിശുദ്ധിയാക്കി മറ്റുള്ളവരുടെ നന്മയാക്കി തിരികെ കൊടുക്കുന്ന കർത്താവായ ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അശുദ്ധിക്ക് പകരം അശുദ്ധി, പകരത്തിന് പകരം കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെയാണോ നമ്മുടെ മനോഭാവം എങ്കിൽ ഈശോ നമ്മെ വെല്ലുവിളിക്കുകയാണ് ധീരതയോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.